താമസത്തിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകളും. As part of the business development unit of Tumbe Group, we handle the Gulf Medical College, the GMC Hospital and Research Centers, the GMC laboratories, the GMC pharmacies, other than the other business activities like the Body and Soul and the Blends and Brews. We have fixed plans to grow up, to open up branches in the region, locally, and also branch out globally by opening up branches for all these activities. GMC ക്യാമ്പസിൽ പുതിയ ആശുപത്രിയുടെ നിർമ്മാണം ഈ വർഷം തന്നെ തുടങ്ങും. ക്യാമ്പസിൽ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും താമസത്തിന് ഹോസ്പിറ്റലിനൊപ്പം കെട്ടിടങ്ങളും നിർമ്മിക്കുന്നുണ്ട്. അജ്മാൻ നഗരത്തിന് സമീപം അൽ ജർഫിലാണ് ഗൾഫ് മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം. 25 ഏക്കർ വരുന്ന ക്യാമ്പസ് പ്രശാന്തം. ഒരിക്കൽ മണലാരണ്യം മാത്രമായിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ സുന്ദരമായ മന്ദിരങ്ങളും പൂന്തോട്ടങ്ങളും. വെച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങളുടെ സാന്നിധ്യത്താൽ ക്യാമ്പസ് ഇപ്പോൾ ഹരിതാപം. 14 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാറി മാറി വരുന്ന താപനില. തൊട്ടടുത്താണ് അജ്മാനിലെ പ്രശസ്തമായ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് ഹോസ്പിറ്റൽ. അജ്മാനിലെ GMC ഹോസ്പിറ്റലും ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ. ദുബായ് വിമാനത്താവളം 30-ഉം ഷാർജ എയർപോർട്ട് 15 കിലോമീറ്ററുകൾ മാത്രം ദൂരെയാണ്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് ഗൾഫ് മെഡിക്കൽ കോളേജിന്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. യഥേഷ്ടം കാറ്റും വെളിച്ചവും കിടക്കുന്ന കെട്ടിട സമുച്ചയം, വിശാലവും ആകർഷകവുമായ ലെക്ചർ ഹാളുകളും ലാബുകളും ഓഫീസ് മുറികളും. ആധുനിക വാസ്തുശില്പ ഭംഗി പ്രതിഫലിപ്പിക്കുന്ന നിലയിലാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം. ഇടനാഴികകളും സ്റ്റെയർ കേസുകളും വിശാലവും സൗകര്യപ്രദവും. വിശ്രമത്തിനും വിനോദത്തിനും സംവിധാനങ്ങൾ, യഥേഷ്ടം പാർക്കിംഗ് സൗകര്യം, നിർവിഘ്നമായ ഗതാഗതത്തിന് മൾട്ടി ലൈൻ പാതകൾ, മനസ്സിനെ ആകർഷിക്കുന്ന ക്യാമ്പസ് അന്തരീക്ഷം. ഒരിക്കൽ ഗൾഫ് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്നത് മറക്കാനാവാത്ത അനുഭൂതിയും അനുഭവവും. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജീവിതത്തിലുടനീളം ഗ്രഹാതുരത്വമുണർത്തുന്ന അനുഭവം. മറുനാടൻ മലയാളി പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് മെഡിക്കൽ കോളേജിന്റെ ഫുജൈറയിലെയും അജ്മാനിലെയും ഹോസ്പിറ്റലുകളും ദുബായിലെ അവരുടെ ഗൾഫ് മെഡിക്കൽ സെന്ററും ഈ എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. ചികിത്സാ സൗകര്യങ്ങളിലും ഗുണമേന്മയിലും UAE ഒന്നാം നിരയിലുള്ള ആശുപത്രിയാണ് അജ്മാൻ നഗരത്തിലെ ഗൾഫ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരിശീലന കേന്ദ്രം കൂടിയാണിത്. മലയാളികൾക്കൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ആശുപത്രികളിൽ പൊതുവെ ചികിത്സാ ചെലവ് ഭാരിച്ചതാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ പ്രത്യേകിച്ചും സർക്കാർ സർവീസിലുള്ളവർക്കും വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. എന്നാൽ ഈ സൗകര്യമില്ലാത്തവർ ചെലവ് സ്വന്തം വഹിക്കണം. ഈ വിഭാഗങ്ങളെ കൂടി സഹായിക്കാവുന്ന നിലയിലാണ് ഗൾഫ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം. UAEയിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് അജ്മാനിലെ ഗൾഫ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. വിശാല സൗകര്യങ്ങളോടെ കെട്ടിടവും പാർക്കിങ്ങും ഇവിടെയുണ്ട്. 250 ബെഡുകളോടെ 2002 ഒക്ടോബർ 17-നാണ് അജ്മാനിലെ GMC ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയത്. UAE സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹുമൈദ് ബിൻ റഷീദ് നുവൈമിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 40-ലേറെ OP വിഭാഗം ക്ലിനിക്കുകളും 150-ലേറെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അജ്മാൻ GMC ഹോസ്പിറ്റലിൽ ഉണ്ട്. ഡോക്ടർമാരും ജീവനക്കാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഓരോ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലും നിരവധി വീതം ഡോക്ടർമാരുണ്ട്. മറ്റു രാജ്യങ്ങളിലെ പ്രശസ്ത ഹോസ്പിറ്റലുകളിൽ സേവനം അനുഷ്ഠിച്ച് അനുഭവ സമ്പത്തും പ്രാഗൽഭ്യവും ഉള്ളവരാണ് ഇവരിൽ ഏറെയും. GMC hospital, as you know, are teaching hospitals created
for the purpose of teaching of students and training of students. To create a teaching hospital, the main attraction has to be quality healthcare at affordable prices. We are doing both, for providing quality healthcare and at affordable prices. This has attracted patients of all nationalities. Most of our hospitals, alhamdulillah, are very busy. It is a teaching hospital. Expat patients who used to travel to India for deliveries and surgeries are now preferring to come to GMC Hospital. We are one of the biggest healthcare providers in the country. Branding ourselves as GMC Hospital, we plan to start hospitals in Abu Dhabi, Dubai, Sharjah, and 2 hospitals in Ajman. We are also planning, inshallah, to start a hospital chain in India. Our base in India will be in Bombay, and we plan to move to other metros in the next 6 to 7 years. With this, we hope to be leaders in both medical education and in healthcare, both in UAE and in India. ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ന്യൂറോസൈക്കാട്രി, അലർജി, ഫിസിയോതെറാപ്പി, യൂറോളജി, വിമൻസ് ഹെൽത്ത്, അനസ്തീഷ്യോളജി, കാർഡിയോളജി, ഫാമിലി മെഡിസിൻ, മെഡിക്കൽ ഇമേജിംഗ്, ഡയബറ്റിക്, ഡെർമറ്റോളജി, ENT, എൻഡോക്രിനോളജി, ഗ്യാസ്ട്രോഎൻറ്ററോളജി, ജനറൽ സർജറി, ഗൈനക്കോളജി, ഹെമറ്റോളജി, ഇൻഫെഷ്യസ് ഡിസീസ്, ന്യൂറോളജി, പീഡിയാട്രിക്സ്, ഒബ്സ്റ്റട്രിക്സ്, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ് ആൻഡ് ട്രോമ, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, ഡെന്റൽ സർജറി, ആൾട്ടർനേറ്റീവ് മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങൾ ഗൾഫ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നു. ഓൺ കോൾ സംവിധാനത്തിൽ ഏത് സമയത്തും GMC ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് ലഭ്യമാണ്. ഡേ കെയർ സർജറി ഫെസിലിറ്റിയും ലഭ്യമാണ്. തുമ്പെ ഗ്രൂപ്പിന്റെ അജ്മാനിലെയും ഫുജൈറയിലെയും ദുബായിലെയും ഹോസ്പിറ്റലുകളിൽ ചെയിൻ ഓഫ് ലബോറട്ടറീസ് തന്നെ പ്രവർത്തിക്കുന്നു. ഹിസ്റ്റോപതോളജി, സിറ്റോപതോളജി ലബോറട്ടറികൾ, ഫാർമസി, എക്സ്റേ, മാമോഗ്രഫി, CT സ്കാൻ, ബ്ലഡ് ബാങ്ക്, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഹൃദ്രോഗ തീവ്ര പരിചരണ യൂണിറ്റ്, IC യൂണിറ്റുകൾ, നവജാത ശിശു പരിചരണ വിഭാഗം തുടങ്ങിയ അവശ്യ സേവനങ്ങളെല്ലാം ഗൾഫ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യമാണ്. ദിവസത്തിൽ നല്ലൊരു ഭാഗവും GMC ഹോസ്പിറ്റലിൽ ഔട്ട് പേഷ്യൻ്റ് വിഭാഗം പ്രവർത്തിക്കുന്നു. വെള്ളിയാഴ്ച OP വിഭാഗം ഇല്ലെങ്കിലും അടിയന്തര ചികിത്സാ സംവിധാനമുണ്ട്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 8:30 വരെയുമാണ് OP വിഭാഗത്തിൻ്റെ പ്രവർത്തനം. പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആൾട്ടർനേറ്റീവ് മെഡിസിനാണ് GMC ഹോസ്പിറ്റലിലെ ശ്രദ്ധേയമായ ഒരു ചികിത്സാ വിഭാഗം. തദ്ദേശീയർ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ചികിത്സയാണിത്. ഓസോൺ തെറാപ്പി, കപ്പിംഗ് തെറാപ്പി എന്നിവയാണ് ഈ വിഭാഗത്തിൽ പ്രധാന ചികിത്സാ രീതികൾ.